ഇറാനിലെ ആണവായുധം സംബന്ധിച്ച പുതിയൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആശങ്ക വിതയ്ക്കുന്നത്. ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള യുറേനിയം ഏറെ മുൻപ് തന്നെ ഇറാൻ ആണവായുധ നിർമ്മാണത്തിന് ഉതകുന്ന നിലവാരത്തിലേക്ക് സമ്പുഷ്ടീകരിച്ചതായുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. അതായത് ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ടായിരുന്നുവെന്ന് സാരം. ഇതിനർത്ഥം ഏതു സമയത്തും ആണവായുധ വികസനത്തിന് ഇറാൻ തയ്യാറാണ് എന്നാണ്. ഇറാൻ ആണവായുധ വികസനം നിർത്തിവെക്കണമെന്ന തരത്തിലുള്ള ചർച്ചകളും അതിനായുള്ള മധ്യസ്ഥ ശ്രമങ്ങളും എല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇറാനിൽ നിന്നുള്ള ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി പുറത്തുവിട്ടിട്ടുള്ളത്. ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ട് പ്രകാരം ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തുന്ന സമയം 440.9 കിലോ അഥവാ 972 പൗണ്ട് യുറേനിയമാണ് ഇറാന്റെ കൈവശമുണ്ടായിരുന്നത്. ഇത് 60% സമ്പുഷ്ടീകരണം പൂർത്തിയായ യുറേനിയമായിരുന്നു. അതായത് മെയ് മാസത്തിൽ ആണവ നിരീക്ഷണ സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാൾ 32 കിലോ കൂടുതൽ. അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം 90% സമ്പുഷ്ടീകരണം നടത്തി ആണവായുധം നിർമ്മിക്കാൻ ഉതകുന്ന രീതിയിൽ വളരെ അടുത്തെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. IAEA കണക്ക് പ്രകാരം ഒരു അണുബോംബ് നിർമ്മിക്കാൻ വേണ്ടത് ഏകദേശം 42 കിലോ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയമാണ്. ഈ സ്ഥാനത്ത് ഇറാന്റെ കൈവശമുള്ളത് 440 കിലോയും. അതായത് ഒന്നല്ല 10 അണുബോംബ് നിർമ്മിക്കാൻ ശേഷിയുള്ള യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട് എന്ന് സാരം. ഇത് ചെറിയ ആശങ്കയല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർത്തിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ മെയ് 17 മുതൽ ജൂൺ 12 വരെ ഇറാനിൽ ആണവ നിരീക്ഷണ സമിതിയുടെ പരിശോധന നടന്നിരുന്നു. ഇറാന്റെ ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള വിശകലനത്തിനായാണ് പരിശോധന നടത്തിയത്. അന്ന് ഇറാൻ നൽകിയതനുസരിച്ചുള്ള കണക്കാണ് IAEA പുറത്തുവിട്ടത്. ഈ പരിശോധന അവസാനിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതും. പിന്നീട് 12 ദിവസത്തോളം ഇറാൻ ഇസ്രായേൽ സംഘർഷം നടന്നു. പരിശോധന പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ഇറാനും IAEAയും ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലും US-ഉം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരുന്നു. ഇത് എത്രത്തോളം ഇറാനെ ബാധിച്ചിട്ടുണ്ട് എന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ച ഇസ്രായേൽ പറഞ്ഞത് ഒരു കാരണവശാലും ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്നാണ്. ജൂൺ 22-ന് അമേരിക്കയും ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചിരുന്നു. അതേസമയം ആണവായുധ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം തകൃതിയാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. പുതിയ ആണവ നിലയമോ ആണവായുധ നിർമ്മാണ കേന്ദ്രമോ ആണ് ഒരുങ്ങുന്നത് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ ലഭിക്കുന്ന സൂചന. ഡിമോണ നഗരത്തിന് സമീപം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രമായ ഷിമോൺ പെരസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് നിർമ്മാണം തകൃതിയാക്കിയത്. യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആണവായുധം നിർമ്മിക്കുമെന്ന് ആരോപിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിൽ ആണവ കേന്ദ്രം കൂടുതൽ വിപുലീകരിക്കുന്നത് പശ്ചിമേഷ്യയിലാകെ ആശങ്ക ഉണർത്തുന്നതാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച വിദഗ്ധർ ആണവായുധ പദ്ധതിയുടെ ഭാഗമായ പുതിയ ഹെവി വാട്ടർ റിയാക്ടറാണ് ഇതെന്ന് വിശദീകരിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ ആണവ ശക്തിയായിട്ടും തങ്ങളുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ഇസ്രായേൽ ചെയ്തിട്ടില്ല എന്നതും വസ്തുതയാണ്. 90ഓളം അണ്വായുധങ്ങൾ ഇസ്രായേൽ കൈവശം വെക്കുന്നതായാണ് 2022-ലെ ബുള്ളറ്റിൻ ഓഫ് ആറ്റമിക് സയന്റിസ്റ്റ് കണക്ക്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ അംഗമല്ലാത്തതിനാൽ ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങളിൽ വിദേശ നിരീക്ഷണമോ പരിശോധനയോ സാധ്യമല്ലതാനും. ഇറാനിലെ ആണവായുധ സജ്ജമായ യുറേനിയത്തെക്കുറിച്ചുള്ള UN നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് ഏതാനും ദിവസം മുൻപാണ് ഇറാനെതിരെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഉപരോധ ഭീഷണി എത്തിയത്. ഫ്രാൻസ്, ജർമ്മനി, UK രാഷ്ട്രങ്ങൾ ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ 2015-ൽ ലോകരാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കിയ ആണവ കരാർ പാലിക്കണമെന്നും നിലനിർത്തണമെന്നുമായിരുന്നു ഈ 3 രാഷ്ട്രങ്ങളുടെ ആവശ്യം. അല്ലാത്തപക്ഷം US റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയതിന് സമാനമായ സാമ്പത്തിക ഉപരോധമടക്കം ഏർപ്പെടുത്തുമെന്നായിരുന്നു ഈ 3 രാഷ്ട്രങ്ങളുടെ മുന്നറിയിപ്പ്. ആണവായുധ നിർവ്യാപന ഉടമ്പടി പ്രകാരം IAEAയുമായി സഹകരിക്കാൻ ഇറാൻ നിയമപരമായി ബാധ്യസ്ഥരമാണ്. അതുകൊണ്ട് തന്നെ പരിശോധനയുമായി സഹകരിക്കാമെന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മറ്റൊരിടത്ത് ഗാസയെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളുമായി ഇസ്രായേൽ ഭരണകൂടം മുന്നോട്ടു പോകുകയാണ്. ഇന്നലെയും ഇസ്രായേൽ ഗാസ സിറ്റിയിൽ ആക്രമണം നടത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിൽ 113 പലസ്തീനികളെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇതിൽ സഹായം തേടിയെത്തിയ 33 പേരും ഉൾപ്പെടും. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന അൽ മവാസിയിലടക്കമാണ് ആക്രമണം.
ഏറെ സങ്കടകരമായ വസ്തുത എന്തെന്നാൽ വെള്ളത്തിനായി റോഡിലിറങ്ങിയ കുഞ്ഞുങ്ങൾക്കിടയിലേക്കടക്കം ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന റിപ്പോർട്ടാണ്. അതോടൊപ്പം പട്ടിണി മരണവും ഗാസയിൽ വർദ്ധിച്ചു വരികയാണ്. 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭീകരമായ മനുഷ്യനിർമ്മിത ക്ഷാമമെന്ന് ബ്രിട്ടൻ വിശേഷിപ്പിച്ച ക്ഷാമത്തിൽ കഴിഞ്ഞ ദിവസവും കൊടും പട്ടിണി മൂലം 6 പലസ്തീനികൾ മരണത്തിന് കീഴടങ്ങി. ഇതിനിടയിലാണ് ഈ ഡ്രോൺ വ്യോമാക്രമണങ്ങളും എന്നതും കാണാതെ പോകരുത്. 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗാസ നഗരത്തിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. ഇതിന് ഭാഗമായാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. 2 വർഷത്തിനിടയിൽ ഗാസയിൽ 21,000 കുട്ടികളെങ്കിലും വികലാംഗരാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കാലയളവിൽ ഏകദേശം 40,500 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അവരിൽ പകുതിയിലധികം പേരും വികലാംഗരാണ് എന്നും UN വികലാംഗരുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു.